ഖത്തറിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറത്തിന്റെ 40-ാം വാർഷികത്തോടനുബന്ധിച്ച് ദോഹയിൽ പാഠപുസ്തകമേള സംഘടിപ്പിച്ചു. കേരള വിമൻസ് ഇനീഷ്യേറ്റീവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രവാസി കുട്ടികളുടെ ഭാരിച്ച പഠന ചെലവുകൾ താങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന രക്ഷിതാക്കളെ ലക്ഷ്യമാക്കിയാണ് ഖത്തർ ഇന്ത്യൻ വിമൻ ഇനീഷ്യേറ്റീവ് ICBF-മായി ചേർന്ന് 7-ാം തവണയും പാഠപുസ്തകമേള സംഘടിപ്പിച്ചത്. മുതിർന്ന ക്ലാസുകളിലെ കുട്ടികൾ പഠനം പൂർത്തിയാക്കിയ ശേഷം അടുത്ത കുട്ടികൾക്ക് പുസ്തകങ്ങൾ കൈമാറുന്നതാണ് പദ്ധതി. പഴയ പുസ്തകങ്ങൾ ആവശ്യമായവർക്ക് കൈമാറാനും തങ്ങൾക്ക് അടുത്ത ക്ലാസുകളിലേക്ക് ആവശ്യമുള്ളവ തെരഞ്ഞെടുക്കാനും പുസ്തകമേളയിൽ അവസരമൊരുക്കിയിരുന്നു. സാമ്പത്തിക ലാഭത്തോടൊപ്പം ആവശ്യമായ പുസ്തകങ്ങൾ കാലതാമസമില്ലാതെ കുട്ടികളിൽ എത്തിക്കാനും ഇതുവഴി സാധിക്കുന്നു. അതേസമയം കൈമാറ്റം ചെയ്യാൻ പുസ്തകങ്ങൾ ഇല്ലാതിരുന്നവർക്കും ആവശ്യമായ പുസ്തകങ്ങൾ തികച്ചും സൗജന്യമായി തെരഞ്ഞെടുക്കാൻ സൗകര്യമൊരുക്കിയിരുന്നു. ICBF അങ്കണത്തിൽ നടന്ന പരിപാടി ഇന്ത്യൻ അംബാസഡർ വിപുൽ ഉദ്ഘാടനം ചെയ്തു. തികച്ചും വ്യത്യസ്തമായ ഇത്തരം ആശയങ്ങൾ ഇന്ത്യൻ സമൂഹത്തിന് ഏറെ ഉപകാരപ്രദമാണെന്നും വരുംകാലങ്ങളിൽ ഇത്തരം പരിപാടികൾക്ക് ഇന്ത്യൻ എംബസിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളിൽ പരസ്പര സ്നേഹവും സഹാനുഭൂതിയും വളർത്തുന്നതാണ് ഇത്തരം പരിപാടികളെന്ന് ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ അഭിപ്രായപ്പെട്ടു. ICBF വൈസ് പ്രസിഡന്റ് ദീപക് ഷെട്ടി, ക്വിക്ക് പ്രസിഡന്റ് അഞ്ജു മേനോൻ, ICBF മാനേജിംഗ് കമ്മിറ്റി അംഗവും ക്വിക്ക് രക്ഷാധികാരിയുമായ സെറീന അഹദ്, ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, ISC പ്രസിഡന്റ് EP അബ്ദുൾ റഹ്മാൻ, മുൻ ICBF പ്രസിഡന്റ് PN ബാബുരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. 5 ദിവസങ്ങളിലായി നടന്ന പുസ്തകമേള ഏതാണ്ട് 2000-ലധികം കുടുംബങ്ങൾ പ്രയോജനപ്പെടുത്തിയതായി സംഘാടകർ അറിയിച്ചു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പ്രയോജനം ലഭിക്കുന്നതോടൊപ്പം തന്നെ സുസ്ഥിരമായ വിഭവ സംരക്ഷണത്തിലൂടെ പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്തം ഊട്ടിയുറപ്പിക്കുന്നതുകൂടിയായിരുന്നു പാഠപുസ്തകമേള. അൻവർ പാലേരി, 24 ദോഹ.